ഈ ഷൈൻ ടോം ചാക്കോ വിൻസി അലോഷ്യസ് പ്രശ്നം രമ്യമായി പരിഹരിച്ചു എന്നാണ് ഇപ്പോൾ സിനിമാ ലോകം അവകാശപ്പെടുന്നത്. ഷൈൻ ടോം ചാക്കോ മാപ്പ് പറയുകയും വിൻസി അത് അംഗീകരിക്കുകയും പരാതി പിൻവലിച്ചു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. ഇതിന് പിന്നിൽ ഒരുപാട് പേരുണ്ട്. ഈ സൂത്രവാക്യം സിനിമയുടെ അണിയറ പ്രവർത്തകർ മാത്രമല്ല, ഇതിന് പിന്നിലൊരു മട്ടാഞ്ചേരി ലോബി അടക്കം ഇതിന് പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? അല്ല, എനിക്കതിനകത്ത് ഈ വിൻസി എന്ന് പറയുന്ന വിൻസി അലോഷ്യസ് അവരിതിൻ്റെ പരാതി കൊടുത്തുവെങ്കിൽ അവർ ആർക്കാണ് പരാതി കൊടുത്തത്? ഞാൻ മനസ്സിലാക്കുന്ന അവർക്ക് ഈ ഇന്ത്യൻ നിയമവ്യവസ്ഥയോട് അവർക്ക് യാതൊരു ആദരവുമില്ല. ഈ പരാതി കൊടുത്ത സ്ത്രീക്ക് അവര് ഞങ്ങൾ ICCക്ക് ICC എന്ന് കേട്ടാൽ നമ്മൾ ICC BCC എന്നൊക്കെ കേട്ടാൽ അവന് വലുതായിട്ട് വിചാരിക്കും. അത് ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയാണ് ആ സൂത്രവാക്യം സിനിമയുടെ. അതിന്റെ ഒരു കമ്മിറ്റി മെമ്പർ നമ്മുടെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള അഡ്വക്കേറ്റ് സുജാതയൊക്കെ ഉണ്ട്. സുജാത എന്നവരുടെ പേരെന്ന് എൻ്റെ ഓർമ്മ. സുജാത സുകന്യ എന്ത് പേര്, അവരാണ് ഇതിന്റെ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ നടപടികളോട് എനിക്ക് താല്പര്യമില്ല, ഞാൻ പരാതി കൊടുത്തു മാത്രമല്ല. ഇവരാരും തീരുമാനിക്കുന്നത് ഈ വിൻസി എന്ന് പറയുന്ന സ്ത്രീക്ക് യഥാർത്ഥമായിട്ട് ഈ വിഷയത്തിൽ പരാതി ഉണ്ടെങ്കിൽ അവർ സത്യസന്ധമായിട്ട് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകരുതെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അവർ മയക്കുമരുന്ന് മാഫിയയ്ക്ക് അവരെതിരാണെങ്കിൽ, സ്ത്രീ പീഡനങ്ങൾക്ക് അവരെതിരാണെന്നുണ്ടെങ്കിൽ അവർ സത്യസന്ധമായിട്ട് ചെയ്യേണ്ടത് അവരതിനകത്ത് ഉറച്ചു നിൽക്കണം. അവർ ഉറച്ചു നിൽക്കുന്നുള്ളതായിട്ട് എനിക്ക് തോന്നണില്ല. ഇതിനകത്ത് എങ്ങനെ ഒത്തീർപ്പ് വരുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒത്തീർപ്പ് വരാൻ ഇവരാരാണ്? ഇപ്പോൾ ഒരു കൊലപാതകം ചെയ്യുന്നത്, ഈ കൊലപാതക കേസിൽ എങ്ങനെ ഒത്തീർപ്പാവുന്നത്? ഇത് വാദിയും പ്രതി നിശ്ചയിക്കേണ്ട കേസാണോ? ഭാരതത്തിൻ്റെ ഇവിടുന്ന് നീതിന്യായ വ്യവസ്ഥകൾക്കൊരു സംവിധാനമില്ലേ? അവർ നടപടി എടുക്കേണ്ടതല്ലേ? നമ്മുടെ പോലീസിൻ്റെ പണി ഇക്കാര്യത്തിൽ വേറെന്താ ഉള്ളത്? ഈ പോലീസ് ഇപ്പോൾ സാധാരണ ഹെൽമെറ്റ് ഇല്ലാത്തതിൻ്റെ പിന്നാലെ ഓടുമല്ലോ. ആ ഹെൽമെറ്റ് ഇല്ലാത്തതിൻ്റെ പിന്നാലെ ഓടുന്ന പോലീസുകാരൻ ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോക്കെതിരായിട്ട് എന്താ ഓടാൻ മടി എന്താ ഉള്ളത്? അയാൾ അവിടുത്തെ ഏതും ഒരു അറിയപ്പെടുന്ന ഹോട്ടലിൽ നിന്ന് 3ാമത്തെ നിലയിൽ നിന്ന് ചാടുന്നു, 1ാമത്തെ നിലയിലേക്ക് എത്തുന്നു, 1ൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടുന്നു, അവിടെ നിന്ന് സ്റ്റെയർ കേസ് വഴിക്ക് താഴേക്ക് ഇറങ്ങുന്നു. ഇത് എന്തൊരു അഭ്യാസം അത്? ഈ പറയുന്ന പോലീസുകാരൻ എൻ്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ വേറെ വല്ല പണിക്കും പോകണം. അവർ ഈ പണിക്ക് കൊള്ളൂല. ഈ തരം മന്ദബുദ്ധികളായിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന അന്വേഷണം എവിടെ എത്തുന്ന ഈ DGP പറയുന്നത്, ഇപ്പം എഴുത്തുന്ന പേര് മനോജ് അല്ലേ, ആ DGP എവിടെ എത്തുന്ന ആൾ പറയുന്നത് ഇത് അന്വേഷിക്കാനുള്ള കഴിവൊന്നും നിങ്ങൾക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇവരിൽ നിന്ന് മാസപ്പടി പറ്റുന്നവരാണെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പോലീസിന് ഇയാളെ പിടിക്കാൻ പറ്റേണ്ടത്? ഒരാൾ ചാടി ഓടി രക്ഷപ്പെടുക, അയാൾ സ്റ്റെയർ കേസ് വഴിക്ക് ഇറങ്ങി വരിക, അയാൾ പോലീസിനെ പിടിക്കാൻ പറ്റാണ്ട് വരിക, അത് കഴിഞ്ഞിട്ട് അയാൾ വീരസാഹസിക അഭിനേതാവായിട്ട് അയാളെക്കുറിച്ച് ചിത്രീകരിക്കുക. അയാൾ ചില ആളുകളൊക്കെ പറഞ്ഞു അയാൾ എവിടെയാണ് ഇവിടെ ഹോളിവുഡിലേക്ക് പോകേണ്ട നടനാണത്രേ. ഇത് എന്ത് നടൻ ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കപ്പെടുന്ന ഒരു കഥാപാത്രം പോലും എങ്ങും ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതെ, ഇത്തരം എത്രയും വൃത്തികെട്ട നടപടികൾ ചെയ്യുന്ന ആളുകളെ മഹത്വവൽക്കരിക്കുന്ന ചില പ്രക്രിയകൾ ചില മാധ്യമരംഗത്തും സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും പോലീസ് മേധാവികളിലൊക്കെ ചില ആളുകളുണ്ട്. അവരാണ് ഇവർ മഹത്വവൽക്കരിക്കുന്നത്. എന്നിട്ട് ഇവരൊക്കെ കൂടി പോയിട്ട് ഇവിടെ മയക്കുമരുന്നിനെതിരായിട്ട് വലിയ ജാഥ നയിക്കുന്നു. ബോധവൽക്കരണം വേണ്ടി ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കാണ്, ഇവിടുത്തെ DGPക്കാണ് ബോധവൽക്കരണം ആവശ്യമുള്ളത്, ഇവിടുത്തെ ADGPക്കാണ് ബോധവൽക്കരണം ആവശ്യമുള്ളത്, ഈ പറയുന്ന സിനിമാ നടന്മാർക്കാണ് ബോധവൽക്കരണം ആവശ്യമുള്ളത്. സാധാരണക്കാരനല്ല. സാധാരണക്കാരൻ്റെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ നിർബന്ധിതരായിട്ട് പോകുന്ന ആളുകളെ, കുട്ടികളെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത രക്ഷകർത്താക്കൾ ഏറ്റെടുത്തിട്ടുണ്ട്. അവരെൻ്റെ പരമാവധി പണിയെടുക്കുന്നുണ്ട്. ഇവർ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ കുട്ടികൾ ആരെയും കണ്ടു പഠിക്കുന്നത്? കുട്ടികൾ കാണുന്ന സിനിമ ഏതാ? സൂത്രവാക്യം അവർ കാണുന്നത്. ആരാ സൂത്രവാക്യത്തിലെ നായകൻ? ആരാ? ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചെന്ന് ആരോപിക്കപ്പെടുന്ന ആള്. അയാൾക്കെതിരായിട്ട് വേറെ ആരോപണം എന്താ? അവിടുത്തെ തന്നെ അയാളുടെ സഹനടിയായിരിക്കുന്ന സ്ത്രീ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. ഈ തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നൊരു സിനിമ, ആ നടി പിന്നോട് പറഞ്ഞ കമന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, അത് സിനിമയെ ബാധിക്കുമോ എന്നുള്ളതാണ്. സിനിമയെ ബാധിക്കുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഈ സഹോദരി പരാതിപ്പെടാൻ പാടുണ്ടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ നേരത്തെ വേറെ ഏതൊരു സിനിമ പഴയ വേറൊരു മാലാപാർവതിയൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവണമായിരുന്നു ഇവര്. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണമായിരുന്നു. ഇതിനകത്തിൽ ഏറ്റവും നീതിയുക്തമായുള്ള തീരുമാനം കൈക്കൊള്ളണമായിരുന്നു എന്നൊക്കെയാ പറഞ്ഞത്. തമാശയാണ് പോടാന്ന് പറഞ്ഞു. എനിക്കൊരു പക്ഷേ മാലാപാർവതിക്കിനെയൊക്കെ അങ്ങനെ കരുതിയിരുന്നു എന്ന് എനിക്കറിയില്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനതിൽ ആരോപണമായിട്ട് ഞാൻ ഉന്നയിക്കുന്നില്ല. പക്ഷെ ഏതൊരു കാര്യങ്ങളും ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരൊക്കെ മുൻകാലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെ ആരെങ്കിലൊക്കെ ചെയ്ത് പോടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അവരും തമാശയായിട്ട് എടുത്ത് ഇത് കൊണ്ടുപോയിട്ടുണ്ടാവും. ഈ തരം തമാശകളാണോ ശരിക്ക് മനുഷ്യൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന
ഏറ്റവും വലിയ വൃത്തികെട്ട നീചമായ മയക്കുമരുന്ന് ഉപയോഗം. അതുമാത്രമല്ല, കൊച്ചിയിൽ മയക്കുമരുന്ന് വ്യാപാരിയായിട്ടുള്ള ഷജീർ എന്ന് പറഞ്ഞ ആൾ ഷൈൻ ടോം ചാക്കോയെ കാണാൻ വരുന്നുണ്ട്. ആ ഹോട്ടലിൽ രാവിലെ തന്നെ ഒരു സ്ത്രീ വന്നിട്ട് രാത്രിയാണ് മടങ്ങിപ്പോകുന്നത്. അതുകൂടാതെ തന്നെ 20,000 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഈ മയക്കുമരുന്ന് കണ്ണികളിലുള്ള ഒരു ലേഡി എടുത്ത് ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് വേണമെന്ന് ചോദിക്കുമ്പോൾ ശ്രീനാഥ് വാസി വെയിറ്റ് എന്നുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. അതെല്ലാം ഡിജിറ്റൽ തെളിവുകളടക്കം കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ സിനിമാ മന്ത്രി അല്ലെങ്കിൽ സർക്കാർ ഇക്കാര്യത്തിലൊരു കർശനമായ നിലപാടിലേക്ക് കടക്കുന്നില്ല? ഇതിനകത്ത് എനിക്ക് പലപ്പോഴും തോന്നിയില്ല നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യുന്നത് ഓപ്പണായിട്ട് ചോദ്യം ചെയ്യണം. കാരണം നമുക്കിവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്താ പറയുന്നത്, ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് അയാൾ ആദ്യം പറഞ്ഞു സിനിമാ രംഗത്ത് എല്ലാവരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് നമ്മൾ പത്രത്തിൽ കൂടി വായിച്ചത്. പിന്നെ പറയുന്നു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് ഇതേപോലെ ഉണ്ടായിരുന്നല്ലോ. ഇയാളെ കുറച്ച് നാൾക്ക് മുമ്പ് ഇയാളെ പോലീസ് പിടിച്ചതാണ്, ഇയാളെ കസ്റ്റംസുകാർ പിടിച്ചതാണ്. അവസാനം തെളിവില്ല എന്ന് പറഞ്ഞു. തെളിവില്ല എന്ന് പറഞ്ഞ സമയത്ത് കസ്റ്റംസുകാരുടെയും പോലീസ് ഡിപ്പാർട്ട്മെന്റൊക്കെ കഴിവുകേടുകളെ കുറിച്ചിട്ട് കേരളത്തിലെ ഹൈക്കോടതി കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയതാണ്. എന്നിട്ട് ഇവന്മാർക്ക് ബോധമില്ല എന്ന് പറഞ്ഞാലോ, ഇവരിങ്ങനെ എന്തെങ്കിലും തോന്നിയ ദിവസം കാണിക്കാൻ വിട്ടു കഴിഞ്ഞാലോ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ബോധവൽക്കരണത്തിന് ഇറങ്ങുമ്പോൾ പല സ്ഥലത്തും ബോധവൽക്കരണത്തിന് ഞാൻ കണ്ടു, സിനിമാ നടന്മാർ ബോധവൽക്കരണത്തിന്. ഇവന്മാർ ആദ്യം ബോധവൽക്കരിക്കേണ്ടത് സ്വയം ബോധവൽക്കരിക്കണം. ഇവർക്ക് ഇതിനെക്കുറിക്കുന്ന കൃത്യമായ ധാരണ ഇവർക്ക് വേണം. ഇവർ നശിപ്പിക്കുന്നത് ഒരു സമൂഹത്തെയാണ്, ഇവർ നശിപ്പിക്കുന്നത് ഒരു സിനിമാ മേഖലയാണ്. ഇന്നിപ്പോൾ കേരളത്തിൻ്റെ മലയാള സിനിമാ മേഖലയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. ഇപ്പം നേരത്തെ ശാന്തിവിള ദിനേശിനെ പോലെ ചില ആളുകൾ പറഞ്ഞല്ലോ, അതായത് മറ്റേ നമ്മുടെ ദിലീപിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അതിജീവിതയായിരിക്കുന്ന പെൺകുട്ടിയെ ന്യായീകരിച്ചവരാരും പിന്നെ അവർക്ക് സിനിമ കൊടുത്തില്ല അത്രേ. ഇപ്പൊ നമ്മുടെ വിൻസിയുടെ സംശയം അത് തന്നെയാണ്. ഞാനെങ്ങാൻ ഇതിനകത്തെങ്ങാൻ അടിയുറച്ച് നിന്നാൽ അതോടെ എൻ്റെ സിനിമാ പണി തീരും അത്രേ. കാരണം സിനിമാ നിർമ്മാതാക്കളും സിനിമാ സംവിധായകരും ഒക്കെ ഇത്തരത്തിൽ പലർക്കും പല പല ബന്ധങ്ങളുമുണ്ടെന്ന് പലരെ സംബന്ധിച്ച് സംശയമുണ്ട്. ഈ സംശയം വളരെ ആരെയെ സംബന്ധിച്ച് ഒരു വിശ്വസനീയമായിട്ടുള്ള സംശയം തന്നെയാണത്. ഇപ്പൊ നമ്മളിപ്പോൾ ഇതിനകത്ത് നോക്ക്, ഈ ഷൈൻ ടോം ചാക്കോയ്ക്ക് ബന്ധമുണ്ടെന്ന് പറയുന്ന തസ്ലീം അടക്കമുള്ള ആളുകൾ അവരാണ് മറ്റേ കഞ്ചാവിന്റെ ഹൈബ്രിഡ് കഞ്ചാവിന്റെ വലിയ വക്താവ് അവരാണ്. അവര് പോലീസ് പിടിച്ചു എന്നൊക്കെയാ പറയുന്നത്. പിടിച്ചില്ലെന്ന് ആർക്കും അറിയില്ല കേട്ടോ. അവർ ചിലപ്പോൾ പോലീസ് പിടിച്ചിട്ടുണ്ടാവും, അവരെ ചോദ്യം ചെയ്തിട്ടുണ്ടാവും. ഇവര് ഇതിന്റെ മൊത്ത കച്ചവടക്കാരി എന്ന് അവർ പറയുന്നു. അവര് മാത്രമല്ല വേറെ സ്ത്രീയുടെ പേരും പറഞ്ഞു. ഇവര് ഭർത്താവിന് അബ്ദുള്ളക്ക് ഇതിന് മൊത്ത കച്ചവടക്കാരാന്നാ പറയുന്നത്. ഈ മൊത്ത കച്ചവടക്കാരെ ആരെയും യഥാർത്ഥമായിട്ട് പിടിക്കുവാനും പിടിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുവാനോ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ സത്യസന്ധമായിട്ട് എത്തിക്കാനോ പോലീസിനെ സംബന്ധിച്ച് സാധ്യമല്ല. എന്ന് മാത്രമല്ല, ഇവരെത്തിക്കുന്ന കളവുകൾ കോടതി ചെല്ലുന്ന സമയത്ത് ചീട്ടുകൊട്ടാരം പോലെ അവിടെ പൊട്ടി തകർന്ന് വീഴുകയാണ്. ഇതൊന്നും കോടതിയിൽ നിലനിൽക്കില്ല. ഇപ്പൊ തന്നെ പറയുന്ന ഷൈൻ ടോം ചാക്കോ ഉപയോഗിച്ചതിന് തെളിവില്ല, അയാൾ കൈവശം വെച്ചതിന് തെളിവില്ല. അയാൾ പിന്നെ എന്തിനാ ഓടിയതിന് വേണ്ടിയിട്ടാണത്? എന്തുകൊണ്ട് ഇവർക്ക് പിടിക്കാൻ പറ്റാതിരുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ട് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അറിയാമായിരുന്നു ഇക്കാര്യം. അല്ലാതെ ഷൈൻ ടോം ചാക്കോനെ നേരത്തെ അറിയിച്ചത് ഏതോ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാളാണെന്നുള്ളവരും കണ്ടുപിടിക്കണം. മറിച്ച് ഇയാൾ ചാടി രക്ഷപ്പെടുന്ന സമയത്ത് അയാൾ പറഞ്ഞത് ഗുണ്ടകൾ ആക്രമിക്കാൻ വന്നു, എൻ്റെ അച്ഛനെടുത്തിരിക്കുന്ന പടത്തിന്റെ പേരിലാണ്. ഈ തരത്തിൽപ്പെട്ട തമാശകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം ഇതിന് കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ട്. അവര് പലരും ആയിരിക്കണം നേരത്തെ ഇയാളെ അറിയിച്ചിട്ടുണ്ടാവും. അങ്ങനെ അറിയിക്കാതെ കണ്ട് ഇയാൾ ചാടി സിനിമ സ്റ്റൈലിൽ രക്ഷപ്പെട്ട് അടുത്ത സ്ഥലത്തേക്കാണ് ചാടുന്നത്. ഇയാൾ എവിടെ പോകുന്നത് ഇയാൾക്കറിയാമോ? 3-ാം നിലയിൽ ഇയാൾ ചാടിയിട്ട് താഴേക്ക് വീഴുന്നത് അടുത്ത നിലയിലാണ്. അവിടെ നിന്ന് വെള്ളത്തിലേക്ക് ഇയാൾക്ക് നേരത്തെ അറിയാമായിരുന്നു. മുൻകൂട്ടി അറിയാമെങ്കിലല്ലേ അങ്ങനെ ചെയ്യാനും. അതെ, എന്ന് വെച്ച് ഇയാൾക്ക് ഹോട്ടൽ വേദാന്ത എന്നതിന്റെ പേരെന്ന് ഞാൻ ധരിക്കുന്നത്. ഈ പറയുന്ന വേദാന്തയിലെ എല്ലാ വേദാന്തങ്ങളെ സംബന്ധിച്ചും ഇയാൾക്ക് നല്ല ധാരണയുണ്ട്. ഈ ധാരണ കൊടുത്ത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരുന്നു, ലഹരി ഉണ്ടാവും. ലഹരിയോടൊപ്പം തന്നെ ഇവര് സഹായം കൂടി ഉണ്ടാവണം. ഈ സഹായം നീ ചാടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. നിനക്ക് സിനിമാ സ്റ്റൈലിലേക്ക് അറിയാലോ, നീ ചാടി രക്ഷപ്പെട്ടോ. അത് കഴിഞ്ഞിട്ട് ഇയാൾ അവിടെ നിന്ന് വെള്ളത്തിലേക്ക് ചാടുന്നു, വെള്ളത്തിൽ നിന്ന് അവിടെ സ്റ്റെയർ കേസ് വഴി ഇറങ്ങി താഴെ പോകുന്നു. ഇവിടെ സെക്യൂരിറ്റിക്കാരില്ലേ? ഈ പറയുന്ന 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലാണത്. ഇവിടെ സെക്യൂരിറ്റിക്കാരനില്ലേ? അവനെന്താ പണിയുള്ളത്? ഈ പറയുന്ന സെക്യൂരിറ്റിക്കാരൻ എന്താ പണിയുള്ളത്? അത് ഹോട്ടലിന്റെ മാനേജ്മെന്റിന് സംഗതികൾ അറിയില്ലേ?
ഷൈൻ ടോം ചാക്കോ വന്ന് താമസിക്കുന്ന സമയത്ത് അയാളുടെ വിക്രികളെ കുറിച്ച് ഇവർക്കറിയാമല്ലോ. ഇവരെങ്ങനെയാണ് ഓടിച്ചാടി രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്. അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒത്താശകൾ ചെയ്തു കൊടുത്തത് ഹോട്ടൽ അധികൃതർക്ക് പങ്കുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. അവിടെ സെക്യൂരിറ്റിക്കാരെ വിളിച്ച് ചോദ്യം ചെയ്യേണ്ടതാണ്. ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പങ്കുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. ഇവിടുത്തെ കസ്റ്റംസുകാർ ഇവർ രക്ഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്നറിയാവുന്ന അന്വേഷിക്കേണ്ടതാണ്. ഏതാണെങ്കിലും അവസാനം പറയാനുള്ളത്, ഈ കാര്യത്തിൽ വിൻസി എന്ന് പറയുന്ന, അലൂഷ്യസ് എന്ന് പറയുന്ന സിനിമാ നടി എടുക്കുന്ന നിലപാടുകൾ സത്യസന്ധമാണെന്ന് വിശ്വസിക്കാൻ വളരെ പ്രയാസമുണ്ട്. കാരണം അവർക്ക് പരാതിയുണ്ട്, പക്ഷെ നടപടിയെടുക്കരുതെന്നാണ്. ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചതിനെ സംബന്ധിച്ച് ഒരു അക്ഷരം അവർ പറയുന്നില്ല. അവരുടെ ബ്ലൗസ് മാറ്റുന്നതിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതൊക്കെയാണ് അവരുടെ ആക്ഷേപമുള്ളത്. അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഒന്ന് ഇതാണ്, സാമൂഹ്യ വിരുദ്ധ വിപത്തായിരിക്കുന്ന മയക്കുമരുന്ന് കച്ചവടത്തിൽ ഇവിടുത്തെ സിനിമാ രംഗത്തുള്ള പലർക്കും വലിയ പങ്കുണ്ട്. അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുവാനായിട്ട് ഇവിടുത്തെ പോലീസ് വകുപ്പിനും കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിനും ത്രാണിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത.